നമസ്കാരം, ഞാൻ മഹേഷ്. ഞാനിന്നിവിടെ സംസാരിക്കുന്നത് നമ്മൾ ആത്മീയ തലത്തിലേക്ക് ചുവടെടുത്ത് വയ്ക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ആദ്യപടിയായ സമർപ്പണബോധം അഥവാ സറണ്ടറിങ് എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് തരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു വ്യക്തി യഥാർത്ഥ ഗുരുവിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് സമർപ്പണം, സറണ്ടറിങ്. ആ ഗുരുവിൽ സർവം സമർപ്പിക്കുക. ഗുരു ദൈവതുല്യനാണ്, അതുകൊണ്ട് തന്നെ ഗുരുവിൽ നീ സർവവും സമർപ്പിക്കേണ്ടതാകുന്നു. ആ സമർപ്പണ ബോധം നമ്മളിൽ ഉടലെടുക്കണമെങ്കിൽ ആദ്യമായിട്ട് നമ്മളിലെ ഈഗോ അഥവാ അറിവില്ലായ്മ, ഇല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയുന്നില്ല എന്ന് നടിക്കുന്ന അവസ്ഥ, ഇതിനൊക്കെ ഈഗോ എന്ന് പറയാം. ഈ അവസ്ഥയിൽ നിന്നും സ്വയം മുക്തി നേടാനായി പരിശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ഈഗോ എന്ന അവസ്ഥയിൽ നിന്നും പൂർണ്ണമായും മുക്തി നേടിയതിന് ശേഷം ഒരു യഥാർത്ഥ അതിശക്തനായ ഗുരുവിൻ്റെ മുമ്പിൽ ആത്മീയതയുടെ ഉൾക്കാമ്പ് തേടി എത്തുമ്പോൾ ആ ഗുരുവിൻ്റെ മുമ്പിൽ മനസ്സുകൊണ്ട്, ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് ശിഷ്യനാവാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തി ചെയ്യേണ്ട ഒരു കർമ്മമാണ് സറണ്ടറിങ് അഥവാ സമർപ്പണം. ആ ഗുരുവിനെ സർവവും സമർപ്പിക്കുക. ആ ഗുരുവിൽ തന്നെ ജഗദീശ്വരനെ കാണുക. ആ ഗുരുവിൽ തന്നെ സർവത്തിനെയും കാണുക. അപ്പോൾ അതിന് യോഗ്യനായ ഒരു ഗുരുവിൻ്റെ മുമ്പിൽ തന്നെ വേണം ഇതൊക്കെ ചെയ്യാൻ, കേട്ടോ. അപ്പോൾ സർവ്വം സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈഗോയെ ആയിരിക്കണം ഫസ്റ്റ് സമർപ്പിക്കേണ്ടത്. ഞാൻ എന്നൊന്നില്ല എന്ന ഭാവത്തിലായിരിക്കണം നമ്മൾ ഗുരുവിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടത്. സർവം ഗുരുവിന് സമർപ്പിക്കുന്നു. എൻ്റെ നല്ലതും എൻ്റെ ചീത്തയും എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങളും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകുറ്റങ്ങളും എൻ്റെ അറിവില്ലായ്മയും മുജ്ജന്മകത്തിൽ ഞാൻ എന്തൊക്കെയോ അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലുള്ള തെറ്റുകളും ചെയ്തിട്ടുണ്ട്, അതിലുണ്ടായ കർമ്മദോഷങ്ങളും, അങ്ങനെ എന്തൊക്കെയുണ്ടോ എനിക്ക്, എൻ്റെ നല്ല ക്വാളിറ്റികളും, അങ്ങനെ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ പൂർണ്ണമായും ഗുരുവിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ഗുരുവിൽ സമർപ്പിക്കുന്ന സമയത്ത് നമ്മളൊരു എംപ്റ്റി മോഡിലേക്ക് എത്തിക്കഴിഞ്ഞു, അല്ലേ? നമ്മൾ ഒരു എംപ്റ്റി കപ്പായി മാറിക്കഴിഞ്ഞു. അങ്ങനെ എംപ്റ്റി കപ്പായിട്ട് സർവം ഇനി ഗുരുവാണ് എന്ന ചിന്തയിൽ നമ്മൾ ഗുരുവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ആ യഥാർത്ഥ സറണ്ടറിങ് സാധ്യമാകുന്നത്. അങ്ങനെ യഥാർത്ഥ സറണ്ടറിങ് സാധ്യമാകുമ്പോൾ മാത്രമാണ് ഗുരുവിന് തൻ്റെ ശിഷ്യനിലേക്ക് അറിവ് പകർന്നു നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. അറിവ്